പ്രകാശൻ വള്ളിയൂരിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം ലഭിച്ചു. BSS ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മികച്ച പ്രതിഭകളെ ആദരിക്കുകയും പുരസ്കാരം നൽകി വരുന്നു. കഥ, കവിത, നാടകം, ഷോർട്ട് ഫിലിം എന്നിവയിൽ ഉന്നതമായ പ്രകടനം കാഴ്ചവെച്ചതിനാണ് അവാർഡ് ലഭിച്ചത്. കലാ സാംസ്കാരിക രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി BSS ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മികച്ച പ്രതിഭകളെ ആദരിക്കുകയും പുരസ്കാരങ്ങളും നൽകി വരുന്നു. കഥ, കവിത, നാടകം, ഗാനരചന, ഷോർട്ട് ഫിലിം, ആൽബങ്ങൾ എന്നിവയിൽ ഉന്നതമായ പ്രകടനം കാഴ്ചവെച്ച പ്രകാശൻ വള്ളിയൂരിന് തിരുവനന്തപുരം BSS സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് നൽകി ആദരിച്ചു. 2003 യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി അവാർഡ്, 2004 വിജയശ്രീ ആർട്സ് കൊല്ലം നടത്തിയ അഖില കേരള നാടകരചനാ മത്സര അവാർഡ്, പീപ്പിൾസ് റവന്യൂ പുരസ്കാരം, വിചാരവേദി പുരസ്കാരം, AWCP സംസ്ഥാന സാഹിത്യ പുരസ്കാരം, നവകേരള പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ പ്രകാശന് ലഭിച്ചിട്ടുണ്ട്. 45 വർഷമായി ഞാൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. മുമ്പ് നാടകം, അതിനുശേഷം ചെറുകഥയിലും മറ്റ് നാടകങ്ങൾ സംവിധാനം ചെയ്യലും ഒക്കെയായിരുന്നു. 5ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ആ പുസ്തകത്തിനുള്ള അവാർഡുകൾ 6ഓളം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നാടക രചനയ്ക്ക് സംസ്ഥാന തലത്തിൽ 2-3 നാടകങ്ങൾക്ക് ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കുകയും ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ യുവജനോത്സവത്തിൽ കുട്ടികളുടെ നാടകത്തിൽ ഒരു അറബിക് നാടകത്തിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും നല്ല നടി. ഇപ്പോൾ എനിക്ക് കിട്ടിയത് സാഹിത്യത്തിൻ്റെ പ്രതിഭകൾക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് BSS എനിക്ക് തന്നിരിക്കുന്നത്. നാടകം, ചെറുകഥ, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഞാൻ നടന്ന് എൻ്റെ കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. ഈ അവാർഡ് കിട്ടിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഈ അവാർഡിൽ കേരളത്തിലെ 40ഓളം പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. ഈ അവാർഡിലേക്ക് എൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സാഹിത്യത്തിൽ എന്താണ് എൻ്റെ സംഭാവന എന്ന് ഞാൻ എൻ്റെ കത്ത് എഴുതി അറിയിച്ചതുകൊണ്ട്, അതുകൊണ്ടാണ് എന്നെ പരിഗണിക്കപ്പെടുന്നത്. ഈ വലിയ അവാർഡ് എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല അവാർഡുകളാണ്. പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയുടെ അവാർഡ് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഈ BSSനും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആകാശവാണിയിൽ നിരവധി കഥകൾ എഴുതി അവതരിപ്പിക്കാറുണ്ട്. യുവവാണിയിൽ ഒട്ടേറെ നാടകങ്ങൾ എഴുതിയിരുന്നു. നിരവധി ഗാനങ്ങൾ, കവിതകൾ എന്നിവ എഴുതി വരുന്നു. MVision ന്യൂസ്, പേരാമ്പ്ര. അതെ, ചായ ഒരു വികാരം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ചായ പലർക്കും ഏറെ പ്രിയമാണ്. മുളിയങ്ങലിലെ സ്വന്തം ടീ ഹട്ട് വൈകുന്നേരങ്ങളിൽ ഏറെ സജീവമാണ് ഇവിടം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ മുളിയങ്ങലിൽ ആണ് ഏവരെയും ആകർഷിക്കുന്ന ചായയ്ക്ക് മാത്രമുള്ള ഒരു കട. കടയ്ക്ക് മുന്നിൽ നിരത്തിവെച്ച നിരവധി തനി നാടൻ പലഹാരങ്ങളാണ് ടീ ഹട്ടിലേക്ക് ആളുകളെ ഏറെ ആകർഷിപ്പിക്കുന്നത്. 1 വർഷത്തോളമായി ടീ ഹട്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ട്. പേരാമ്പ്രയിലെ ചായപ്രേമികൾക്ക് ടീ ഹട്ട് എന്നും ഒരു ഹരമാണ്. മനസ്സറിഞ്ഞ് ഇവിടുന്ന് നീട്ടിത്തരുന്ന ഓരോ ഗ്ലാസ് ചായയും നിങ്ങളുടെ മനം കുളിർപ്പിക്കും.